ലൈവായിട്ട് വേണമെങ്കിൽ ഫിഷ് എന്താ വേണ്ട പറഞ്ഞാൽ മതി. ഇവിടെ നമ്മളിങ്ങനെ പൊരിച്ചു തരും. ഇത് നമ്മുടെ നാട്ടിലെ പിയാപ്പിളൊക്കെ വരാം. ഇവിടെ എന്താ വെച്ചാൽ പറയാ കിളിമീനോ? കിളിമീൻ നവരാന്നും പറയില്ല ഇവിടെ. ഇതെന്തായിട്ട് സലാഡ് എന്താ സ്പെഷ്യൽ? എന്തൊക്കെയാ? വെളുത്തുള്ളി, ജിഞ്ചർ, പിന്നെ കരിവേപ്പില. വേറെന്തൊക്കെയാ മീനുള്ളേ ഇതിലല്ലേ? ഇതിൽ ലൈവ് നമുക്ക് വേണ്ട കുറേ ഫിഷ് ഉണ്ട് കേട്ടോ. നല്ല വെയിറ്റാണ്. ഇതാണ് നമ്മളെ കിളിമീൻ, നവരാണ്ട്, പിന്നെ കൂന്തലുണ്ട്. കൂന്തലിന് അവിടെ പറയൂ, ഇവിടെ എന്താ പറയാ? അവിടെ കണവാന്ന് പറയും. ഇതാ കൊഞ്ചി ചെമ്മീൻ. ഇതെന്താ ചേച്ചി? നെമ്മീൻ. അപ്പൊ എന്താ വെച്ചാൽ വേണ്ട പറഞ്ഞത് അപ്പോൾ ഡ്രൈയോ ഫ്രൈയോ എന്താ ആക്കി തരും അല്ലേ? ലൈവായിട്ട്. അയ്യോ ഞാനത് പോട്ടെ, അപ്പൊ കാണാം. കണ്ടില്ലേ? ഫുഡ് ഈസ് ചീപ്പർ ദാൻ തെറാപ്പി. നമുക്കിത് ഡയറ്റ് പ്ലാൻ. അപ്പോൾ ഇതാണ് നമ്മളെ മുതലാളി ആശാനെ. ഇതൊക്കെ എങ്ങനെ പ്ലാൻ തോന്നി ഈ നമ്മളെ ഈ മൊറം പരിപാടിയൊക്കെ ആയിട്ട്? ഇത് സീ ഫുഡ് പ്ലേറ്റർ ആണ് നമ്മുടെ ഇവിടുത്തെ. ഹോം മെയ്ഡ് മസാലാസ് ആണ് യൂസ് ചെയ്യുന്നതെല്ലാം തന്നെ. അപ്പോൾ നമ്മുടെ ഷെഫിന്റെ ഐഡിയ ആണ്. ഡിസ്പ്ലേ ചെയ്യാം. അതെ അതെ, മുറത്തിൽ ഡിസ്പ്ലേ ചെയ്യാം. ടോട്ടൽ എന്താ ഫെയർ വരുന്നത് നമുക്ക്? 999. ഇതിൽ അൺലിമിറ്റഡ് റൈസ് ഉണ്ടാവും. അൺലിമിറ്റഡ് റൈസ് ഉണ്ടാവും. നമുക്ക് അതിന്റെ കൂടെ ഒരു ഗ്രീൻ പെപ്പർ തവയുണ്ട് ഫിഷിന്റെ. ഒരു മാന്തലുണ്ട്. മാന്തലുണ്ട്. അതുപോലെ തന്നെ ഒരു ഷാപ്പ് കറിയുണ്ട്. പാൽക്കപ്പയുണ്ട്. പിന്നെ നമ്മുടെ നാടൻ ഫിഷ് കറിയുണ്ട്. പിന്നെ ഒരു സ്ക്യൂഡ് ഫ്രൈ ഉണ്ട്. അതുപോലെ തന്നെ ക്രാബ് റോസ്റ്റ് ഉണ്ട്. നൂൽ പൊറോട്ട, മീൻ പീരയുണ്ട്, സാലഡ് ഉണ്ട്. ഇതെല്ലാം നമ്മുടെ ഹോം മെയ്ഡ് മസാലാസ് ആണ്. അതുപോലെ തന്നെ ഒന്നും ഓവർ പവേർഡ് അല്ല. നമ്മൾ എത്ര വർഷം തുടങ്ങിയിട്ട് പരിപാടി? നമ്മളിപ്പോൾ ഞാൻ ഒരു 5 മാസമായിട്ടുള്ളൂ. 5 മാസം? അതെ. ഇതിന് മുന്നേ എന്തെങ്കിലും വേറെ വർക്കില്ലായിരുന്നോ? ഹോട്ടൽ ഫീഡ് ആയിരുന്നോ? അല്ല, ഹോട്ടൽ ഫീഡ് അല്ല, വന്നിറങ്ങിയതാണല്ലേ? അടുത്തുള്ള ഇഷ്ടമുള്ളത് കൊണ്ട് പാഷൻ നമ്മളെ വരുന്നത് അല്ലേ? ഇത് കണ്ടില്ലേ? ഇത് അടുത്തൊരു വെറൈറ്റി ആട്ടോ. കേട്ടോ, നമ്മുടെ കുടം ബിരിയാണിയാണ്. കുടം ബിരിയാണി. ഇത് ചിക്കനും ബീഫും എല്ലാം ഉണ്ടോ? ചിക്കനുണ്ട്, ബീഫുണ്ട്, പിന്നെ ചെമ്മീനുണ്ട്, കിങ് ഫിഷ് ഉണ്ട്. ഇതെന്താ ഈ കോട്ടിങ് വെച്ചേക്കുന്നത്? ദമ്മിട്ടത്? ഇത് ദമ്മിട്ടിരിക്കുന്നത് ഇത് ചപ്പാത്തിയുടെ നമ്മുടെ ഡോ ഉണ്ടല്ലോ, അത് തന്നെയാണ്. സാധാ ചപ്പാത്തി നമ്മളെ മാവൂല്ലേ? അതെ അതെ, ചപ്പാത്തി മാവ് ഡോ ചെയ്തിരിക്കുന്നത്. ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തായിരുന്നു. ഞാൻ എടുത്തു, കുഴപ്പമില്ല. നല്ല ഗംഭീരമാണ് കേട്ടോ. നല്ല നമ്മുടെ തലശ്ശേരി കല്യാണ ബിരിയാണി എന്ന് പറയും. ഞാൻ കോഴിക്കോട് വീട് ആണല്ലേ? അത് തലശ്ശേരിയിൽ കല്യാണ വീട്ടിൽ ബിരിയാണി എല്ലാം വെക്കുന്ന ഒരാൾ തന്നെയാണ് ഇവിടെയും വെക്കുന്നത്. ഈ വളരെ മിനിമൽ ആയിട്ടുള്ള മസാലാസ് കൊണ്ട് കോഴിക്കാര് പക്ക നമ്മളതേ സ്റ്റൈൽ ബിരിയാണി. പിന്നെ നമുക്ക് വേറെ മീൽസ് കാര്യമൊക്കെ റെഡി ആണല്ലോ അല്ലേ? അതെ അതെ, ഇതാണ് നമ്മുടെ മീൽസ്. ഇവിടെ നോർമലായിട്ട് നമുക്ക് എന്നും ഉള്ള മീൽസ് ആണ്. നമുക്ക് കൂടുതൽ മാർക്കറ്റിംഗ് മീൽസ് തോന്നുന്നു. നമുക്ക് ഉച്ചയ്ക്കാണ് ഏറ്റവും കൂടുതൽ ക്രൗഡ് ഉള്ളത്. ഏറ്റവും കൂടുതൽ പോകുന്നത് മീൽസാണ്. മീൽസിൽ ഇപ്പം 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 12 സൈഡ് ഡിഷ് ഉണ്ട് അല്ലേ? പിന്നെ പായസം ഉൾപ്പെടെ. ഇതിലല്ലാതെ നമുക്കിതിപ്പം ചിക്കൻ ഐറ്റം വേറെ സെപ്പറേറ്റ് ആണെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ അതെടുക്കാം. അങ്ങനെ ചിക്കൻ മീൽസ് ഉണ്ട്, ബീഫ് മീൽസ് ഉണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ പറയുന്നതിനനുസരിച്ച് സെറ്റ് ചെയ്യും. ഗംഭീര ബിരിയാണി കേട്ടോ. അടിപൊളി ബിരിയാണി, അടിപൊളി ബിരിയാണി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വിശേഷം. അപ്പോൾ അടുക്കള ചെന്നിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാം. അടുക്കളയാണ് ഇതിൻ്റെ മൊത്തം പരിപാടി നടക്കുന്നത്. ഇതിനൊക്കെ ഷെഫിനെ കണ്ടെത്തണം. വാ. ഉച്ച സമയത്ത് പൊതിച്ചോറ് തിരക്കാണ്. എടാ, പൊതിച്ചോറ് എന്തൊക്കെ ഐറ്റം? മെഴുക്കുവരട്ടി ഉണ്ട്. അതായത് അത് മീൻ പൊതിച്ചോറ് അല്ലേ? ഫിഷ് പൊതിച്ചോറ്. പിന്നെ അല്ലാതെ ചിക്കൻ പൊതിച്ചോറുണ്ടോ? ബീഫും ഉണ്ട് അല്ലേ? ഇത് ബീഫല്ലേ? ഇത് ബീഫ് പൊതിച്ചോറ്. അപ്പൊ ഇത് എന്താ റേറ്റ് വരുന്നത് സാധാ മറ്റേ മീൻ പൊതിച്ചോറിന്? 220 മീൻ പൊതിച്ചോറ് അല്ലേ? അതെന്താ മീൻ വരുന്നത്? ചാള. നാട്ടിൽ മത്തി എന്ന് പറയും. പിന്നെ ഓംലേറ്റ് ഉണ്ടോ കൂടെ? ഇവർ ഉച്ച തിരക്കിലാണ്. നമുക്ക് വരെ ബുദ്ധിമുട്ടിക്കേണ്ട, അടുക്കളയിൽ പോവാ. ഇതാണ് നമ്മുടെ വിശാലമായ കിച്ചൺ. ഇതാണ് നമ്മളെ മെയിൻ ആള്. എന്നാണ്ട് സുഖം തന്നെ? സുഖം. അപ്പൊ നമ്മൾ ഈ സീ ഫുഡ് പ്ലേറ്ററേ അത് എന്തൊരു അങ്ങനെ ഐഡിയ തോന്നാൻ കാരണം? സീ
ഇങ്ങനെ ഒരു 999 കോംബോ? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരത്ത് സീ ഫുഡിൻ്റെ ഇത് വളരെ കുറവാണ്. സീ ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റിലും വളരെ കുറവാണ്. അത് സിറ്റി ബേസിൽ. അതെ. അപ്പം അതുകൊണ്ടാണ് നമുക്ക് വരുന്നതെല്ലാം ഫിഷാണ്. അതുകൊണ്ടാണ് നമ്മൾ സീ ഫുഡ് പ്ലാറ്റ്ഫോം. ഇതൊക്കെ ഐറ്റങ്ങളാണോ? അതെ അതെ അതെ. ഇതെന്താ ഐറ്റം? ഇത് ഷാപ്പ് കറിയാണ്. ഷാപ്പിലെ കറിയാണ്. ഷാപ്പിലെ കറി. അതെ. അടുത്തെന്താ? ഇതല്ലേ മാന്തൽ? മാന്തൽ നാടൻ തവ. നാടൻ തവ. അതെ. പിന്നെ വേറെ എന്തൊക്കെ ഐറ്റം അതിൽ വരുന്നത്? അതിനകത്ത് പിന്നെ വരുന്നത് ഫിഷ് പീരയാണ്. പിന്നെ നമ്മുടെ ഇത് ഗ്രീൻ പെപ്പർ തവയാണ്. തവ. അതെ, ഗ്രീൻ പെപ്പറാണ്. ഇതിനകത്ത് നമ്മൾ തേങ്ങാപ്പാലിനകത്ത് ഗ്രില്ല് ചെയ്തെടുക്കുന്നതാണ്. തേങ്ങ അരച്ച ഫിഷ് കറിയാണ്. ഫിഷ് കറി. അതെ, ചൂര തന്നെയാണ്. പിന്നെ വേറെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ പാൽക്കപ്പയാണ്. പാൽക്കപ്പ. അതെ. ഇത് ഐറ്റം? ഇത് അതെ രണ്ടാണ്. കണവല്ലേ? കണവയും കണവ ഡ്രൈ ഫ്രൈ ആണ്. കണവ ഡ്രൈ ഫ്രൈയും പിന്നെ നമ്മളെ ഇതോ നെത്തോലി ഡ്രൈ ഫ്രൈ. നെത്തോലി ഡ്രൈ ഫ്രൈ. ഇത് ചെമ്മീൻ റോസ്റ്റാണ്. ചെമ്മീൻ റോസ്റ്റാണ്. നമ്മൾ കണ്ടില്ലേ മുറത്തിലാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത്. പ്ലേറ്റർ മുറത്തിൽ. ചിലപ്പോൾ ചെമ്മീൻ ആയി. പിന്നെന്താ അടുത്ത്? ഇനി അടുത്ത നമുക്ക് ക്രാബ് എടുത്ത് വെക്കണം. മാന്തൽ. പിന്നെ നമ്മുടെ നവര കിളിമീൻ, ഫിഷ് പീര, പാൽക്കപ്പ. പിന്നെ നമ്മുടെ നാടൻ ഫിഷ് കറിയാണ്. നാടൻ ഫിഷ് കറി, ഷാപ്പിലെ കറി. പിന്നെ വീറ്റ് പൊറോട്ട വെക്കണ്ടേ? നൂൽ പൊറോട്ടയാണ്. ആണോ? നൂൽ പൊറോട്ട. നമ്മൾ റൈസ് എങ്ങനെ ഇതിൻ്റെ കൂടെ വെക്കുക, അല്ലെങ്കിൽ റൈസ് സെപ്പറേറ്റ് വേറെ? റൈസ് സെപ്പറേറ്റ് നമ്മൾ സർവ് ചെയ്യുക അല്ലേ? നമ്മുടെ സാധനം എല്ലാം സെറ്റായി. അതെ അതെ. റൈസും കൂട്ടി അങ്ങനെ അടിച്ച് കയറ്റിയാൽ മതി. അതെ അതെ. ഓക്കെ. വിശക്കുന്നുണ്ടോ? ചെറുതായിട്ടില്ലേ? വായ മൊത്തം വെള്ളം കേട്ടോ എൻ്റെ. ഇവ കുതിച്ച് വിടുക അവിടെ നിന്ന്. സംഗതി അങ്ങനെ കുട്ടികളുടെ കാര്യം സാധ്യമാണ് കേട്ടോ. എല്ലാം പൊളിച്ചെന്തായാലും ഇനി കുഴച്ചടിക്കണം. അപ്പം സ്ഥലം പറഞ്ഞുതരാം. നമ്മൾ കവടിയാർ വരുമ്പോൾ കവടിയാർ മെയിൻ റോഡിൽ മൻമോഹൻ ബേക്കറി നേരെ ഓപ്പോസിറ്റാണ്. വന്നു കഴിഞ്ഞാൽ 11 മണി മുതൽ രാത്രി 11 വരെ ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതിലേക്കും ചാറ്റ് കൊടുത്തിരിക്കുമോ? അവനെ ഓർത്ത് വെച്ചോ കേട്ടോ.